നമുക്കിന്ന് ഒരു നാടൻ ഒഴിച്ചുകറി ഉണ്ടാക്കാം. നമ്മുടെ മുതിര ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു കറി ഉണ്ടാക്കുന്നത്. വേറെ ഒന്നല്ല കേട്ടോ, നമ്മുടെ എരിശ്ശേരിയാണ്. അപ്പോൾ സാധാരണ നമ്മൾ മത്തങ്ങയും പയറും ചേർത്തിട്ടല്ലേ എരിശ്ശേരി ഉണ്ടാക്കുക. ഇത് മുതിരയും മത്തങ്ങയും ചേർത്തിട്ടുള്ള എരിശ്ശേരിയാണ്. അപ്പോൾ എന്തായാലും കുറേ പേരൊക്കെ ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്തിട്ടുണ്ടാവില്ല. അപ്പോൾ നിങ്ങൾ എന്തായാലും മത്തങ്ങയ്ക്കും പയറിനും പകരമായിട്ട് മത്തങ്ങയും മുതിരയും ചേർത്തിട്ട് ഈ ഒരു എരിശ്ശേരി ഒന്ന് ഉണ്ടാക്കി നോക്കൂ. നന്നായിട്ട് ഇഷ്ടമാവും. അപ്പോൾ ഇഷ്ടമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റിലൂടെ അറിയിക്കുക, ഇഷ്ടമായോ ഇല്ലയോ എന്നുള്ളത്. അപ്പോൾ മത്തങ്ങ മുതിര എരിശ്ശേരി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. എരിശ്ശേരിക്കായിട്ട് മുതിര സോക്ക് ചെയ്തിട്ടുണ്ട്. ഇതൊരു 4 മണിക്കൂറായി മുതിര സോക്ക് ചെയ്തിട്ടിരിക്കുന്നു. അതുപോലെ തന്നെ മത്തങ്ങ ഞാൻ തൊലിയൊക്കെ കളഞ്ഞ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ തേങ്ങ ചിരവിയത്, പച്ചമുളക്, ഉള്ളി, വേപ്പില, പിന്നെ നമുക്ക് ആവശ്യമുള്ളത് കുരുമുളകാണ്. ഇതിൽ മുളക് പൊടിയേക്കാളും പച്ചമുളകിനേക്കാളും കൂടുതലായിട്ട് നമുക്ക് എരിവ് വേണ്ടത് കുരുമുളകിൻ്റെയാണ്. പിന്നെ സാധാരണ പോലെ തന്നെ ജീരകം. അപ്പോൾ ആദ്യം നമുക്ക് ഈ മുതിര ഒന്ന് വേവിച്ചെടുക്കാം. മുതിര വേവിക്കുമ്പോൾ കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും ചേർത്തിട്ടാണ് വേവിക്കുന്നത്. അപ്പോൾ ഞാൻ മുതിര നന്നായിട്ട് കഴുകിയിട്ട് വെള്ളത്തിൽ സോക്ക് ചെയ്തിട്ടാണ് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ പിന്നെ കഴുകണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് എളുപ്പത്തിൽ ചെയ്തതാണ്. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. നമ്മുടെ മത്തങ്ങയ്ക്കും മുതിരയ്ക്കും കൂടി ചേർത്താണ് ഞാനിപ്പോൾ മഞ്ഞൾപ്പൊടി ചേർക്കുന്നത്. അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർക്കാം. കളർ മാത്രമേ ഉണ്ടാവുള്ളൂ, എരിവ് അധികം ഉണ്ടാവില്ല. പിന്നെ ഞാൻ ഈ മുതിരയിലേക്ക് തന്നെയാണ് നമ്മുടെ 2 പച്ചമുളകും കൂടി ചേർക്കുന്നത്. ഇതിലേക്ക് നമുക്ക് മുതിരയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർക്കാം. അപ്പോൾ കുറച്ചുകൂടി വെള്ളം ചേർക്കണം. നമ്മുടെ മുതിരയുടെ മുകളിൽ നിൽക്കുന്ന അളവിൽ വെള്ളവും കൂടി ചേർക്കണം. കണ്ടോ, ഇത് നമുക്കൊരു 3 വിസിൽ വരുന്നത് വരെ കുക്ക് ചെയ്തെടുക്കാം. എനിക്ക് 3 വിസിലിൽ ഈ കുക്കറിൽ മുതിര കുക്കായി കിട്ടാറുണ്ട്. പിന്നെ നമ്മൾ മത്തങ്ങ ചേർത്ത് കുക്ക് ചെയ്യുമ്പോൾ ബാക്കി കുക്കായിക്കോളും. അപ്പോൾ ആദ്യം മുതിര കുക്കാവട്ടെ. അപ്പോൾ ഈ സമയത്ത് നമുക്കിതിലേക്ക് വേണ്ട അരപ്പ് റെഡിയാക്കി എടുക്കാം. അരപ്പ് റെഡിയാക്കാനായിട്ട് ഞാനിപ്പോൾ ഒരു 1/4 കപ്പ് തേങ്ങ ചേർക്കുന്നുണ്ട്. ഞാനിപ്പോൾ ആകെ 1.5 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. അതിൽ 1/4 കപ്പ് അരയ്ക്കാനും 1/4 കപ്പ് വറവിടാനും വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ തേങ്ങയിലേക്ക് നമുക്ക് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന കുരുമുളകും ജീരകവും ചേർത്ത് വെള്ളവും ചേർത്ത് അരച്ചെടുക്കാം. ഞാനിതിലേക്ക് വേറെ ഒന്നും ആഡ് ചെയ്യുന്നില്ല. ഇപ്പോൾ അരപ്പിലേക്ക് വല്ലാതെ സൗണ്ട് ഡിസ്റ്റർബൻസ് ഉണ്ട് കേട്ടോ. എല്ലാവരും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. നമ്മുടെ വീഡിയോയിൽ എപ്പോഴും ഇതുപോലെ സൗണ്ട് ഡിസ്റ്റർബൻസ് ഉണ്ടാവാറില്ല. അപ്പോൾ ഇന്നത്തേക്കും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ വീഡിയോ ഷൂട്ട് ചെയ്യാൻ തീരുമാനിച്ച സമയത്ത് തന്നെയാണ് അവിടെ വർക്ക് നടക്കുന്നത്, അതുകൊണ്ടാണ്. അപ്പോൾ ഞാനിത് കുറച്ച് വെള്ളം ചേർത്ത് നമ്മുടെ എരിശ്ശേരിയുടെ പാകത്തിൽ അരച്ചെടുക്കട്ടെ. കുരുമുളകിന് പകരം കുരുമുളക് പൊടി ചേർത്താലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ അരപ്പ് നമ്മളിതാ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു പാകത്തിൽ ഇത് കണ്ടോ, അധികം വെള്ളമില്ലാതെ ചെറിയൊരു തരിയോടുകൂടിയാണ് അരച്ചെടുത്തിട്ടുള്ളത്. ഇതാണ് നമ്മുടെ എരിശ്ശേരിയുടെ പാകം എന്ന് പറയുന്നത്. അധികം വെള്ളം ചേർക്കണം എന്നുണ്ടെങ്കിൽ ചേർക്കാം. പിന്നെ ഞങ്ങളൊക്കെ എരിശ്ശേരി ഉണ്ടാക്കുമ്പോൾ ഒരുപാട് ലൂസായിട്ടുള്ള ഗ്രേവി, ഇങ്ങനെ നമ്മൾ ഒഴിച്ചുകറി പോലെയല്ല ഉണ്ടാക്കുക, കുറച്ച് തിക്കായിട്ടാണ് ഉണ്ടാക്കുക. അതുകൊണ്ടാണ് ഈ ഒരു പാകത്തിൽ അരച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാനിപ്പോൾ മിക്സി ജാറ് മാറിയില്ലോ എന്നുള്ളത്. എന്താണെന്ന് വെച്ചാൽ ഞാൻ ആ സൗണ്ടിൻ്റെ ഇടയ്ക്ക് ധൃതി പിടിച്ചിട്ട് കുറേ കാര്യങ്ങൾ ആലോചിച്ചിട്ട് മിക്സിയുടെ ജാറെടുത്തതാണ്. ആ വലിയ ജാറിലേക്കായി പോയി തേങ്ങ ഇട്ടത്. അപ്പോൾ വലിയ ജാറിൽ തേങ്ങ അറിയാൻ കുറച്ച് സമയം എടുക്കുമല്ലോ, അതുകൊണ്ട് ഞാൻ ചെറിയ ജാറിലേക്ക് മാറ്റി അരച്ചു എന്നേ ഉള്ളൂ. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ മത്തങ്ങ കട്ട് ചെയ്തെടുക്കാം. മുതിര കുക്കായിട്ട് കുക്കറിൻ്റെ പ്രഷർ കംപ്ലീറ്റ് പോയിട്ടില്ല, ഓഫ് ചെയ്തു ഞാൻ. അപ്പോൾ മത്തങ്ങയും കൂടെ കട്ട് ചെയ്തിട്ട് നമുക്കിനി മുതിരയിലേക്ക് ചേർക്കാം. അപ്പോൾ ഇങ്ങനെ നമ്മുടെ കുക്കറിൻ്റെ പ്രഷർ കംപ്ലീറ്റ് പോയി. ഞാൻ എന്താ മുതിര കുക്കായോ എന്ന് ചെക്ക് ചെയ്യാൻ പോവാണ്. ഇതുണ്ടോ, പ്രസ് ചെയ്യുമ്പോൾ ഇതുപോലെ ആയി വരുന്നുണ്ട്. ഇതുപോലെ നന്നായിട്ട് പ്രസ് ആവുന്നുണ്ട്. ഇത്രയും മതി. ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് മത്തങ്ങയും കൂടി ചേർത്തിട്ട് കുക്ക് ചെയ്യാനുള്ളതാണ്. അപ്പോൾ നമ്മുടെ മുതിര ഇത്രയും കുക്കായാൽ മതി കേട്ടോ. ഇനി മത്തങ്ങയുടെ കൂടെ കുക്കായിക്കോളൂല്ലോ. അപ്പോൾ ഇതാ ഞാൻ മത്തങ്ങ ഇതുപോലെ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാനിത് 2 വിസിൽ വരുന്നത് വരെയാണ് കുക്ക് ചെയ്യാൻ പോകുന്നത്. ഇനി ഇതിലേക്ക് വെള്ളമൊന്നും ചേർക്കുന്നില്ല, ആവശ്യത്തിന് വെള്ളമുണ്ട്. അപ്പോൾ നമുക്ക് വീണ്ടും ഒരു 2 വിസിൽ വരുന്നത് വരെ കുക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ നമ്മുടെ മത്തങ്ങയും കുക്ക് ചെയ്ത് കഴിഞ്ഞു. പ്രഷർ പോയി. ഞാൻ കുക്കറിൻ്റെ വെയിറ്റ് എടുത്ത് മാറ്റിയിട്ടോ. ഇനി തുറക്കാൻ പോവാണ്. ഇപ്പോൾ ഉണ്ടോ, നമ്മുടെ മത്തങ്ങ നന്നായിട്ട് കുക്കായിട്ടുണ്ട്.
നമുക്കൊന്ന് ഇളക്കി മിക്സ് ചെയ്യാം. അപ്പോൾ തന്നെ ഉടഞ്ഞു വന്നോളും. കണ്ടോ, നന്നായിട്ട് ഉടഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ അരപ്പ് ആഡ് ചെയ്യാം. ഞാൻ ഫ്ലെയിം ഓൺ ചെയ്തിട്ടില്ല കേട്ടോ, അരപ്പ് ചേർത്തിട്ട് ഫ്ലെയിം ഓൺ ചെയ്യുന്നുള്ളൂ. അപ്പോൾ നമ്മുടെ അരപ്പ് ചേർത്തു. ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്യാം. ഇനി അരപ്പൊന്ന് കുക്കായി വരണം. അപ്പോൾ ഇളക്കി നോക്കുക. വെള്ളം കുറവാണെങ്കിൽ നമുക്ക് വെള്ളം ചേർക്കാം. അപ്പോൾ ഇതാ നല്ല തിക്കാണ്. ഞാൻ കുറച്ച് വെള്ളം ചേർക്കുന്നുണ്ട്. അപ്പോൾ 2 വിസിൽ വരുന്നത് വരെ മത്തങ്ങ കുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത്രയും ഉടഞ്ഞു കിട്ടും. ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ മത്തങ്ങ ഉടച്ചെടുക്കേണ്ടി വരും ഒറ്റ വിസിലാണെങ്കിൽ. അപ്പോൾ ഇതിനി ഒന്ന് തിളക്കട്ടെ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് വെട്ടി തിളക്കേണ്ട ആവശ്യമില്ല. ആ തേങ്ങയുടെ റോ ടേസ്റ്റ് ഒന്ന് മാറി വരുന്നത് വരെ നമ്മളൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഞാൻ ഈ കയ്യിലൊന്ന് മാറ്റിയിട്ട് കേട്ടോ, എന്താണെന്ന് വെച്ചാൽ എൻ്റെ കൈ ആവി അടിക്കുമ്പോൾ നന്നായിട്ട് പൊള്ളും. അതുകൊണ്ടാണ് ഞാൻ ആ കയ്യിൽ മാറ്റിട്ടെ എന്ന് പറഞ്ഞത്. അപ്പോൾ കണ്ടോ, മുതിര ഉടഞ്ഞു പോയിട്ടില്ല. മുതിരയും ഉടഞ്ഞു പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് മുതിരയൊന്ന് ഉടച്ചതിന് ശേഷം അരപ്പ് ചേർക്കാം, മത്തങ്ങ ഉടയ്ക്കുന്നതിനോടൊപ്പം തന്നെ. ഇപ്പോൾ നമ്മൾ ഉപ്പ് ചെക്ക് ചെയ്യുക. ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ എന്തായാലും ഉപ്പ് ആഡ് ചെയ്യേണ്ടി വരും. ഉപ്പ് കുറച്ചേ ചേർത്തിട്ടുണ്ടായിരുന്നുള്ളൂ. ഉപ്പ് കുറവാണ് കേട്ടോ, ഞാൻ കുറച്ചുകൂടി ഉപ്പ് ചേർക്കാണ്. ഇത് മാത്രം നമ്മളൊന്ന് കൈയെടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കണം, ഈ അരപ്പൊന്ന് കുക്കായിട്ട് ആവി വരുന്നത് വരെ. അപ്പോൾ ഞാനിപ്പോൾ കുറച്ച് ഉള്ളിയൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, വറ്റൽമുളക് എടുത്ത് വെച്ചിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇനിയിപ്പോൾ വേഗം തന്നെ വറവ് റെഡിയാക്കണ്ടേ, അതിനായിട്ടാണ് എല്ലാം റെഡിയാക്കി വെച്ചത്. അപ്പോൾ നമ്മുടെ മുതിരക്കറിയുടെ വീഡിയോ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ മുതിരക്കറിയുടെ വീഡിയോ ഒന്ന് കണ്ടോളൂ കേട്ടോ. അതെല്ലാവർക്കും നന്നായിട്ട് ഇഷ്ടമാവും. ഞാനിപ്പോൾ മുതിരയുടെ റെസിപ്പി ചെയ്യുന്നതുകൊണ്ട് പറഞ്ഞു എന്നേ ഉള്ളൂ. നന്നായിട്ട് ആവി വന്ന് തുടങ്ങുന്നുണ്ട്. അപ്പോൾ ഒരു 1/4 കിലോ മത്തങ്ങയും കുറച്ച് മുതിരയൊക്കെ ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള എരിശ്ശേരി നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാം. പിന്നെ എരിശ്ശേരി ഉണ്ടാക്കുമ്പോൾ എപ്പോഴും നമ്മൾ പറയാറുണ്ട്, എരിശ്ശേരിയിൽ തേങ്ങ വറുത്ത് ചേർത്താലേ പെർഫെക്റ്റ് ആവുള്ളൂ എന്നുള്ളത്. അത് നിർബന്ധമാണ് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ എനിക്ക് നമ്മുടെ ചേന കായ എരിശ്ശേരിക്കും മത്തങ്ങ പയർ എരിശ്ശേരിക്കും ഒക്കെ കമൻസ് വരാറുണ്ട്, ചേച്ചി വറുത്ത് ചേർക്കണോ, അത് നിർബന്ധമാണോ, തേങ്ങ കുറച്ച് യൂസ് ചെയ്താൽ പോരെ എന്നുള്ളത്. പക്ഷേ കറിക്ക് ടേസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ തേങ്ങ വറുത്ത് തന്നെ ചേർക്കണം, അങ്ങനെ ഒരു കാര്യമുണ്ട്. പിന്നെ നമ്മുടെ മുതിര ക്ലീൻ ചെയ്തെടുക്കുമ്പോൾ മുതിരയിലെ കല്ലൊക്കെ മാറ്റിയിട്ട് ക്ലീൻ ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ എപ്പോഴും മുതിര റെസിപ്പീസ് ചെയ്യുമ്പോൾ നമ്മളത് പറയേണ്ട ആവശ്യമില്ലല്ലോ, അതുകൊണ്ടാണ് ഞാനിപ്പോൾ അത് പറയാതിരുന്നത്. അപ്പോൾ നമ്മുടെ കറി നന്നായിട്ട് ആവി വരുന്നുണ്ട്, ഇത്രയും മതി. ഇനി കുക്കറിൻ്റെ ചൂടിലിരുന്നിട്ട് അതൊന്നുകൂടി ചൂടായി തന്നെ ഇരുന്നോളും. നമുക്കിനിയിപ്പോൾ വേറൊരു പാനിലേക്ക് വറവ് റെഡിയാക്കാനുള്ള പരിപാടി നോക്കാം. വെളിച്ചെണ്ണയാണ് ഒഴിച്ചിട്ടുള്ളത്. വെളിച്ചെണ്ണ കുറച്ച് കൂടുതൽ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ തേങ്ങയും കൂടി വറുത്തെടുക്കേണ്ടതുകൊണ്ടാണ് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ കൂടുതൽ ഒഴിച്ചിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് കടുക് ആഡ് ചെയ്യാം കേട്ടോ. എരിശ്ശേരി ആകുമ്പോൾ പ്രത്യേകം പറയുന്നുണ്ടല്ലോ, നമ്മൾ കുറച്ച് കടുക് കൂടുതലൊക്കെ ആഡ് ചെയ്യും. ഒരു 1.5 ടീസ്പൂൺ വരെ കടുക് ചേർക്കാം കേട്ടോ. താല്പര്യമുണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ 1 ടീസ്പൂൺ ആയാലും മതി. നമ്മുടെ കടുക് പൊട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതിലേക്ക് നമുക്ക് നമ്മുടെ വറ്റൽമുളക് ഉണ്ടല്ലോ, വറ്റൽമുളക് ആഡ് ചെയ്യാം. അതുപോലെ തന്നെ നമ്മുടെ ഉള്ളി ചേർക്കാം. ഇനി നമ്മുടെ ഉള്ളിയും വറ്റൽമുളകും എല്ലാം ചേർന്നൊന്ന് കുക്കായി തുടങ്ങുമ്പോൾ നമുക്കിതിലേക്ക് നമ്മുടെ തേങ്ങയും കൂടി ചേർക്കാം. പിന്നെ നമ്മുടെ സ്ഥിരം കറിവേപ്പില. ഇപ്പോഴത്തെ കറിവേപ്പിലയൊക്കെ എത്ര വലിപ്പം കൂടുതലല്ലേ. സാധാരണ നമ്മുടെ നാടൻ കറിവേപ്പിലയാണെങ്കിൽ ചെറിയ കറിവേപ്പിലയായിരിക്കും. പുറമേ നിന്ന് വാങ്ങിക്കുന്ന കറിവേപ്പിലയാകുമ്പോൾ കുറച്ച് വലിപ്പം കൂടുതലാണ് കറിവേപ്പിലയ്ക്ക്. അപ്പോൾ ഇവിടെ കറിവേപ്പില ഉണ്ട്. ചില ദിവസങ്ങളിൽ നമ്മൾ പറിച്ച് എടുത്ത് തീരുമ്പോൾ പുറമേ നിന്ന് വാങ്ങിക്കേണ്ടി വരും. അങ്ങനെ വരുമ്പോൾ കുറച്ച് വലിപ്പം കൂടിയ കറിവേപ്പില ഉണ്ടാവുള്ളൂ. നമ്മുടെ വീട്ടിൽ തന്നെയുള്ള കറിവേപ്പിലയാണെങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് പേടിക്കാതെ യൂസ് ചെയ്യാം, കുഴപ്പമൊന്നും ഉണ്ടാവില്ല. ഇതിപ്പോൾ ചെറിയ കറിവേപ്പിൻ്റെ തൈയാണ്, അധികം വലിയ തൈയല്ല. അതുകൊണ്ടാണ് നമുക്ക് എപ്പോഴും കറിവേപ്പില കിട്ടാതിരിക്കുന്നത്. നമ്മുടെ ഉള്ളിയുടെ കളറൊക്കെ ഇതാ മാറി വരുന്നുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ തേങ്ങയും കൂടി ചേർത്തിട്ട് വീണ്ടും ഇളക്കി കൊടുക്കാം.
ഇനി നമ്മുടെ തേങ്ങയൊന്ന് കളർ ചേഞ്ച് ആയി വരുന്നത് വരെ ഇളക്കി കൊടുക്കുക. അതിനുശേഷമാണ് നമുക്ക് അടുത്ത ഇൻഗ്രീഡിയൻ്റ് ആഡ് ചെയ്യാനുള്ളത്. അപ്പോഴാണ് അങ്ങനെ നമ്മുടെ തേങ്ങ വറുത്ത് വന്നപ്പോൾ കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കാം കേട്ടോ. ഒരു 1/4 ടീസ്പൂൺ മതി. ഈ മഞ്ഞൾപ്പൊടി ചേർക്കുമ്പോൾ നമ്മുടെ തേങ്ങയുടെ കളറൊന്നും നല്ല ഭംഗിയുള്ള കളറാവും. പിന്നെ നിങ്ങൾക്ക് കുറച്ചുകൂടി എരിവ് താല്പര്യമുണ്ടെങ്കിൽ ഇപ്പോൾ ഈ ഒരു സ്റ്റേജിൽ കുറച്ച് കുരുമുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി നമ്മുടെ തേങ്ങയിലേക്ക് ആഡ് ചെയ്തിട്ട് നമുക്ക് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ എന്താ ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. ഇനി നമുക്കിത് എരിശ്ശേരിയിലേക്ക് ചേർക്കാം. അപ്പോൾ ഞാൻ കുറച്ച് മാറ്റി വെച്ചിട്ടേ ചേർക്കുള്ളൂ. ലാസ്റ്റ് മേളിൽ ഗാർണിഷ് ചെയ്യാനാണ് നമ്മൾ മാറ്റി വയ്ക്കുന്നത്. അപ്പോൾ നമുക്ക് വറവ് ചേർത്തിട്ട് ഒന്ന് ഇളക്കി മിക്സ് ചെയ്തിട്ട് അടച്ചു വയ്ക്കാം. ഇനി ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇപ്പോൾ തന്നെ നമ്മുടെ കറി കുറുകി തുടങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒരു 10 മിനിറ്റ് ഞാൻ കുക്കറൊന്ന് അടച്ചു വയ്ക്കാൻ പോവാണ്. അപ്പോൾ നമ്മുടെ ഈ വറവിൻ്റെ സ്മെല്ലും ഫ്ലേവറും ഒക്കെ നമ്മുടെ എരിശ്ശേരിയിലേക്ക് പിടിക്കട്ടെ. ഞാനൊന്ന് അടച്ചു വെച്ചിട്ട് ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് പ്രസൻറ്റ് ചെയ്യുന്നുള്ളൂ. അങ്ങനെ നമ്മുടെ മുതിര മത്തങ്ങ എരിശ്ശേരി ഒരു ബൗളിലേക്ക് മാറ്റി ഫോട്ടോയൊക്കെ എടുത്തു. അപ്പോൾ ഇത് നമുക്ക് ചോറിൻ്റെ കൂടെ വളരെ നല്ല കോമ്പിനേഷനാണ്. ഞങ്ങൾ ഇന്നിപ്പോൾ ചോറിൻ്റെ കൂടെ മാത്രമല്ല നമ്മുടെ ഉപ്പുമാവിൻ്റെ കൂടെയും കൂടെ കഴിക്കുന്നുണ്ട് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഇന്ന് വൈകിട്ട് കഴിക്കാൻ ഉപ്പുമാവാണ്. ഞാനിപ്പോൾ വൈകിട്ടാണ് ഈ കറി ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഉപ്പുമാവ് നിങ്ങൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഉപ്പുമാവ് ഒന്ന് പോയി കണ്ടോളൂ. ക്യാരറ്റും ബീൻസും എല്ലാം ചേർത്തിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഉപ്പുമാവാണ് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഞാനിപ്പോൾ ഉപ്പുമാവ് അടുപ്പത്ത് വെച്ചിട്ടേ ഉള്ളൂ, കറി ആദ്യം റെഡിയാക്കിയെന്നേ ഉള്ളൂ. അപ്പോൾ എന്തായാലും ഈ ഒരു മുതിര എരിശ്ശേരി ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരാം. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായോ ഇല്ലയോ എന്നുള്ളത് നമ്മുടെ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ ഉപ്പുമാവ് ഉണ്ടാക്കിയിട്ട് നമുക്ക് നമ്മുടെ അടുത്ത റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.